ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അതാ ഒരു ഷോപ്പിലുള്ളത്. അപ്പോൾ പുതിയ ഒരു ക്വസ്റ്റ്യന് നമ്മളെ മറ്റേ ഇന്നലെ വീഡിയോയിൽ കണ്ട അതേ ക്വസ്റ്റ്യനാണ് ഇന്നത്തും ചോദിക്കാൻ പോണത്. അപ്പോൾ അതവിടെ കുറേ ഷോപ്പിൻ്റെ ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ അതാ ഇവരൊക്കെയാണ്. ഹലോ, പേരെന്താ? നജഫ്. ഹലോ. ആ, ഷെമി. അപ്പോൾ ഞങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതാണ് ഇവിടുത്തെ ഷോപ്പ് ഓണർ, ഇതാണ് നിങ്ങളല്ലേ ഓണർ? ഓക്കെ, ഓണർ ഇതാണ്, ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ ഗൈസ്, സംഭവം ഗിഫ്റ്റ് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റേ ഉള്ളൂ. ചെറുത് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഗിഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാണ്? പറയാൻ പറ്റുമോ? ഓപ്ഷൻസ് ഞാൻ തരാം. ഓക്കെ, ഓപ്ഷൻസ് ഇല്ലാണ്ട് കിട്ടൂലല്ലേ? ഞാൻ ഒന്ന് ഓപ്ഷൻ തരാം. ഇടുക്കി, വയനാട്, കുമ്പളങ്ങി, മലപ്പുറം. നിനക്കും പറയാം, നിങ്ങൾക്കും പറയാം. കുമ്പളങ്ങി. അപ്പോൾ ദിസ് ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ പേരെന്തായിരുന്നു? അതെ, കറക്റ്റാണ്. എങ്ങനെ കിട്ടിയേ? നിങ്ങള് പോവല്ലേ? അതെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടിക്ക് പോലും കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾക്ക് മാത്രം കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഗൈസ്, ഇതാ കുമ്പളങ്ങിന്ന് ഇതാ ഇവിടുത്തെ മൂപ്പർക്ക് പറയാൻ കഴിഞ്ഞ്, അതുകൊണ്ട് അടിപൊളിയായി വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ഉള്ള ഒരു ടീമിന് കിട്ടിയാണ്. ഓക്കെ, അപ്പോൾ വേറെ ആർക്കും കിട്ടിയില്ല. കിട്ടും, അത്രേ കിട്ടുള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ ഗൈസ്, ഇത് സംഭവം എന്താ വെച്ചാൽ ഇന്ന് തന്നെ ആ ഒരു വീഡിയോ കൂടി എടുത്തു വെക്കുകയാണ് നാളെ ഇടാൻ വേണ്ടിയിട്ട്. സംഭവം ടൗണിലേക്ക് ഇങ്ങനെ ഡെയിലി വരുന്നതിനോട് കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, എന്നാൽ ഓക്കെ, ടാറ്റ, ബൈ. അപ്പോൾ ഈ കുട ഞാൻ എടുത്തോളാം. ഗൈസ്, നമ്മൾക്കിതോ സേഫ്റ്റിക്ക് ഇതാ ഇവിടുന്ന് ഒരു കുട തരുന്നുണ്ട്. ഷോപ്പിൻ്റെ പേരെന്താ? മുദ്ര. ഓക്കെ ഗൈസ്, ഇതാ നമ്മളെ വിത്ത് കുട ഉണ്ട് കേട്ടോ. അതപ്പോൾ മഴ പെയ്തുണ്ടെങ്കിൽ നമ്മളെ കൈമ കുട ഉണ്ട് സേഫ്റ്റിക്ക്. ഓക്കെ, സേഫ്റ്റിക്ക് കുട വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത്. അതും ഫസ്റ്റ് ടീമിന് ആൻസർ പറയാൻ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്. ഇതിപ്പോൾ നാളെ ഇടാനുള്ള വീഡിയോ ആണ്. ഓക്കെ, ഇവിടുന്ന് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. കഴിച്ചത് ഇവിടെ ഉള്ള 3 ഷോപ്പിലെയും പാട്ട് ഞാൻ ഓഫാക്കിപ്പിച്ച് കോപ്പിറൈറ്റ് കാരണം. അപ്പോൾ അതവിടെ കുട അവിടെ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഹലോ, ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു. പേരെന്താ? ആദിഷ്. പേരെന്താ? അഭിനവ്. പേരെന്താ? ശ്രീപത്ത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാ? പെട്ടെന്ന് പറയും. ഒരു ജില്ല പറഞ്ഞു. വയനാട്. പിന്നെ നീ ഒരു ജില്ല പറഞ്ഞോ. ഇടുക്കി. അറിയില്ല. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാണ്? കൊച്ചി. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല? തിരുവനന്തപുരം. കോഴിക്കോട്. അപ്പോൾ 3 റോങ് ആൻസർ. ആൻസർ എന്താ വെച്ചാൽ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ ആൻസർ ഇപ്പം തന്നെ പറയുന്നുണ്ട്. ആൻസർ എന്താണെന്ന് വെച്ചാൽ ഏതാണ്? വയനാടല്ല, തൃശ്ശൂർ, കൊച്ചി. 4 റോങ് ആൻസർ. കണ്ണൂരും അല്ല, കായംകുളം, കൊച്ചി. 4 റോങ് ആൻസർ. കണ്ണൂർ റോങ് ആൻസർ. ഒരു കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാ? അറിയില്ല. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ബേപ്പൂര്. റോങ് ആൻസർ. ഓക്കെ, പാവങ്ങാട്. റോങ് ആൻസർ. കല്ലായിക്കട്. റോങ് ആൻസർ. അപ്പൊ ഗൈസ്, ഇത് ഇവിടേക്ക് ആർക്കും ആൻസർ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് ബാക്കിടുന്നു. അപ്പൊ ആൻസർ നമ്മൾ ഇവരോട് പറയാൻ പോവാണ്. 250 രൂപ. ഓക്കെ, ആൻസർ എന്താന്ന് വെച്ചാല് അതെ, ഇത് ഓക്കെ. അപ്പോൾ ആൻസർ എന്താന്ന് വെച്ചാല് കുമ്പളങ്ങി എന്ന ആൻസർ. ഓക്കെ, കുമ്പളങ്ങി.
ഓക്കെ യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ ബൈ ചേട്ടാ. അപ്പോൾ അനസ് വ്ളോഗ് 21 ഡെയിലി 5 മണിക്ക് വീഡിയോ ഉണ്ടാവും ഗൈസ്. ഇതവിടെ അടുത്ത ആൾക്കാരുണ്ട്, അപ്പോൾ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. ഹായ് പേരെന്താ? സൽമാൻ. പേരെന്താ? അശ്വന്ത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാണ് പറയൂ? ഏതാണ്? ഇടുക്കി. ഏതാ പറയണേ? ഇടുക്കി. രണ്ടും റോങ് ആൻസർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ ആൻസർ തരാൻ ഒരു ഓപ്ഷൻ കൂടി തരികയാണ്. അപ്പോൾ ഒരു ജില്ലയും കൂടി പറഞ്ഞു. വയനാട്. എന്താണെന്ന് പറയരുത്. ഇത് ഇവിടെ ആൻസർ റോങ് ആയിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങി എന്നാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? അനിൽ. സൽമാൻ. അശ്വന്ത്. അപ്പോൾ ഗൈസ് ഇതവിടെ പുതിയ ആൾക്കാരുണ്ട്. ഹായ് പേരെന്താ? ജയ്സൽ. ക്യാമറ നോക്കിയാൽ ആയി പറഞ്ഞു. ഗൈസ് അപ്പോൾ നമ്മളിന്ന് കോഴിക്കോടാണ് ഉള്ളത്. അപ്പോൾ ഇതാ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇന്നിപ്പോൾ ഇതാ മഴ കോടൊക്കെ എടുത്തതിന് ശേഷം മഴ പോയിട്ട് ഒരു കാറ്റ് പോലും വീശുന്നില്ല. ഓക്കെ, അപ്പോൾ കുട എടുത്തപ്പോൾ മഴ പെയ്യുന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാണ്? പെട്ടെന്ന് പറയൂ. അറിയില്ല. അപ്പോൾ ആൻസർ എന്താ വെച്ചാൽ കുമ്പളങ്ങി എന്നാണ്. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ ഉണ്ടാവും. ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ അതാ അങ്ങോട്ടൊന്നും എടുക്കാനൊന്നും ഇല്ല, വലുതാക്കിയിട്ട് എടുക്കാൻ മാത്രം ഒന്നും ഇവിടെ ഇല്ല. ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ ടാറ്റാ. അപ്പോൾ അതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇതാ എൻ്റെ ക്യാമറയിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കാണുന്നത്, അനസ് വ്ളോഗ് 21 കാണുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എടുക്കാം ഗൈസ്. നമ്മളെ കോമാളിയാക്കി കണക്കാക്കുന്നുണ്ട് ഗൈസ്. ഇനി നമ്മളിതാ അപ്പുറത്തേക്ക് അങ്ങാടിയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, കണ്ടില്ലേ? ഇതാണ് നമ്മളെ റെയിൽവേ ട്രാക്ക് വരുന്നത്. ഓക്കെ, ഇതാ നമ്മളിതാ അപ്പുറത്തേക്ക് കിടക്കാൻ പോവാം. ഇതാ നമ്മളെ നോക്കി ഒരു ടാറ്റ തന്ന്. അപ്പം അമ്മ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി വെക്കാം. ഓക്കെ, ഇതാ കുട പുറത്ത് വെക്കുന്നുണ്ട്. കുട ആരും അടിച്ചു കൊണ്ടുപോലേക്കും. ഓക്കെ, അല്ല ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റ് എൻ്റെ ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല അങ്ങോട്ടൊക്കെ വരൂ, എന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല, നിങ്ങൾ മലയാളിയല്ലേ? ആ പറഞ്ഞോളി. ഒരു ജില്ല പറഞ്ഞോളി. ആ, വയനാട്. അറിയില്ല. എറണാകുളം. അറിയില്ല. എറണാകുളം. തേക്കടി. വയനാട്. അപ്പോൾ എല്ലായിടത്തും റോങ് ആൻസർ ആയിട്ടുണ്ട്. ആൻസർ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങി എന്നാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അത് നാളെ ഉണ്ടാവും വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയി. ഗിഫ്റ്റോ ഗൈസ്? നമുക്കൊരു ഗിഫ്റ്റ് തരാണ്ടത് ഗൈസ്. നമുക്കൊരു ഗിഫ്റ്റ് ഇതാ ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, പേര് വെച്ചില്ലല്ലോ. പേരെന്തിനി? ജിനേഷ്, സിനാൻ, ഷഹീൻ, ഇർഷാദ്, ഷഹീർ. ഓക്കെ, നിങ്ങളെ പേരെന്തിനി? സിയ. ഓക്കെ, മതി. ഇത് ക്ലാസ് അല്ലേ? ആ, നിങ്ങളെ പേരെന്തിനി? എൻ്റെ പേര് നിഹാദ്. സിൽവർ മൂൺ ട്രാവൽസ്. ഇത് നിങ്ങളെ ഷോപ്പാണോ? ഓക്കെ, ഇതിൻ്റെ ബോർഡ് ഞാൻ എടുത്തില്ല സംഭവം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഗിഫ്റ്റ്? ഇനിയുണ്ട് ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഷോപ്പിലാണ് എത്തിപ്പെട്ടത്. ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ മെയിൻ ആയിട്ടുള്ളത്? സിൽവർ ആണിതല്ലേ? ബാക്കിൽ നമ്പർ ഉണ്ട്. കീ ചെയിൻ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാല് ഇനിയുണ്ടോ? രണ്ടെണ്ണതയിൽ വെച്ചോളൂ. ഇത് ഗൈസ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു ആദ്യമായിട്ടുള്ള ഒരു ഇമ്പ്രഷനാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഓക്കെ ടാറ്റ ഗൈസ്. ഇന്നോടാ പറയുന്നത് ടാറ്റ
സഞ്ചിയിൽ നമ്മള് പോവാ. നമുക്ക് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടത്. തരുന്ന മറ്റേ ഇതൊക്കെ ഉണ്ട്. കീച്ചൈന് എന്തൊക്കെയോ ഉണ്ട്. കീച്ചൈന് നമ്മള് വീഡിയോ ഒക്കെ എടുക്കണ്ട്. നമുക്ക് ഗിഫ്റ്റ് കിട്ടി. ഓക്കെ, അവിടുന്ന് ഒന്നും എടുത്തോളൂ. നിങ്ങള് കാണണം. ഓക്കെ, അപ്പൊ ടാറ്റ, ബൈ ബൈ. അപ്പൊ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും. ഓക്കെ, ടാറ്റ. ഓ ഐസ് നമ്മള് പോവാണ്. ഓക്കെ ഗൈസ്, ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ഇതെന്താ കഥ അവിടെ സംഭവിക്കുന്ന എന്താ മനസ്സിലാവുന്നില്ല ഗൈസ്. ഗൈസ് എന്റെ കൈമേലും ഒരു ഗിഫ്റ്റ് കിടക്കുന്നത്. ഗൈസ് എന്റെ കൈമേല് ഗിഫ്റ്റ് അപ്പൊ അത് കിടക്കുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതിന്റെ പേര് ആ പേരൊന്ന് പറഞ്ഞാട്ടെ, ഒരു മിനിറ്റ്. സിൽവർ മൂൺ ട്രാവൽസ് ടൂറിസം. ഓക്കെ, അതാണ് ചാനലിൻ്റെ പേര്. ഗൈസ്, ഇതിപ്പോൾ ഞാൻ എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. ടാറ്റ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. ഇത് യൂട്യൂബ് ചാനലാ, അനസ് വ്ളോഗ് 21 അടിച്ചാൽ നമ്മളെ കാണാം. അടിച്ചു നോക്കണേ. ഓക്കെ, എന്ത് എന്നാൽ ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാൻ പറ്റുമോ? എന്നാൽ ഒരു ഗിഫ്റ്റ് തരാം. എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാണ്? പറയാൻ പറ്റുമോ? ഗൈസ്, ഇത് അവിടെ ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. സംഭവം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ചാടിക്കയറി വയനാട് എന്നൊക്കെ പറയും. വയനാടല്ല, കോഴിക്കോടാണത്. അതെനിക്കും അറിയാം. അത് വയനാടാണ്. അനസ് വ്ളോഗ് 21. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു. ബൈ ഗൈസ്. ഇതാ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് മുന്നോട്ടേക്ക് പോയി നോക്കാം. സ്പെഷ്യൽ ആളുകളെ കിട്ടുകയാണെങ്കിൽ. ഇതവിടെ ആപ്പിളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതാ കോഴിക്കോട് സിറ്റിയിൽ ഇതാ ആപ്പിള് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാ പേരക്ക. നമ്മളിതാ ഞാനത്തെ വീഡിയോയിൽ പേരക്ക കണ്ടില്ലേനോ? അടിപൊളി പേരക്ക. നോക്ക് വലിപ്പം നോക്കി നിങ്ങൾ. അടിപൊളി പേരക്ക. ഇത് യൂട്യൂബാ? ആ ഓക്കെ, ഒരു ടാറ്റ തന്നോളി. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ, പബ്ലിക് വ്ളോഗറാ. ഓക്കെ, ആണോ? യൂട്യൂബാണ്, അനസ് വ്ളോഗ് 21. ഒരു ടാറ്റ തന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ടാറ്റ. ഗൈസ്, നമ്മളിതാ ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. ഗൈസ്, ഈ കൊട ആണെങ്കിൽ തിരിച്ച് കൊണ്ടു കൊടുക്കും വേണം. മൊത്തത്തിൽ റിസ്ക് ആണ്. ഇതങ്ങനെ എൻ്റെ കയ്യിലാണ് ഗിഫ്റ്റും ഉണ്ട്. ഇതിപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. എന്താന്ന് പോലും എനിക്കറിയില്ല. കടിച്ചിട്ടുണ്ടെങ്കിൽ വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതിപ്പോൾ ഞാൻ എവിടെ എത്തിയത്? ഗൈസ്, എനിക്കിപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഗൈസ്. അത് എനിക്കൊന്നും കത്തുന്നില്ല. സംഭവം കോഴിക്കോടിലുള്ള A22 ഏതോ കോട്ട് റോഡിലാണുള്ളത്. കോട്ട് റോഡ്, ആ കോട്ട് റോഡിലാണുള്ളത്. ടാറ്റ. ഗൈസ്, പബ്ലിക് വ്ളോഗായിട്ടാണ്. ഗൈസ്, ഇതിൽ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാവും. പബ്ലിക് വ്ളോഗറാണ്. ഓക്കെ, നിങ്ങൾ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. സംഭവം ഡെയിലി വ്ളോഗാണ്. ഓക്കെ, ഇന്നിതപ്പോൾ ഗിഫ്റ്റൊക്കെ കൈമേലുണ്ട്. വ്ളോഗർ എന്ന് പറഞ്ഞോ അവിടെ കോഴിക്കോട് സിറ്റി. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു.
അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകും. ആൻസർ പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് തരാം. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാണ്? ഒരു ജില്ല പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല അറിയില്ല. അപ്പോ ഗസ് ചെയ്തോ. അല്ല, നിങ്ങൾക്ക് 3 ഓപ്ഷൻ തരാം. തിരുവനന്തപുരം അല്ല, റോങ് ആൻസർ ആണ്. ഓപ്ഷൻ തരാം: വയനാട്, ഇടുക്കി, കുമ്പളങ്ങി, മലപ്പുറം. കുമ്പളങ്ങി ഇടുക്കി. ഓക്കെ, അപ്പോൾ എന്നാ ഓക്കെ, കുമ്പളങ്ങ അത് കേൾക്കാത്തൊന്ന് കേട്ടപ്പോ പറഞ്ഞത് ആണല്ലേ. പക്ഷെ അത് ആർക്കും വലിയ ഗിഫ്റ്റാ. ഓക്കെ, അപ്പം നാളത്തെ വീഡിയോയിലുണ്ടാവും. അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് കണ്ടോ, ഒരാൾക്കെങ്കിലും ആൻസർ പറയാൻ കഴിഞ്ഞു. നമ്മൾ ഗിഫ്റ്റും കൊടുത്ത് ചെറിയൊരു ബഡ്ജറ്റായിട്ട് 1 റുപ്യേൻ്റെ മുട്ടായൊക്കെ കൊടുക്കുന്നത്. പക്ഷെ നമ്മളെ കൈമേൽ ഇപ്പോൾ വലിയൊരു ഗിഫ്റ്റാണ് ഉള്ളത്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയില്ല. നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കാനായില്ല. സംഭവം ക്യാഷ് പ്രൈസ് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം ഇത് ചാനൽ മോണിറ്റൈസായി റവന്യൂ വരാൻ തുടങ്ങിയാൽ നമ്മൾ അടിപൊളി ഗിഫ്റ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കോഴിക്കോട് സിറ്റി മൊത്തത്തിൽ മഴയാണ്, മൊത്തത്തിൽ വിഷയമാണ്. അപ്പോൾ ഭയങ്കര ഒരു ഇന്നൊന്ന് ബസ് സ്റ്റാൻഡിൽ ഇട്ടുതരാൻ പറ്റുമോ? ബസ് സ്റ്റാൻഡിലോ? ആ, ഓക്കെ ഓക്കെ. നമ്മൾ കൊടയെ ചൂടി ഒരു ലിഫ്റ്റും കിട്ടി. കണ്ടോ, ഫുൾ അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ് ആണ്. കൊട പോയി. ഇല്ല പോയില്ല. ഓരെ കൊട എങ്ങനെയായി ഗൈസ്? ഒരു മിനിറ്റ് ഗൈസ്, കൊട കണ്ടോ ഗൈസ്? ഇതപ്പോൾ നമ്മൾ സൽമാൻ ഖാൻ എടുത്താണുള്ളത്. സൽമാൻ ഖാൻ അല്ലേ? സൽമാൻ. ഓക്കെ, സൽമാൻ ഖാൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ ഇവർ നമ്മളെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തരും. അപ്പോൾ നമ്മളെന്താവും, ബസ് കയറി പോകും. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ടൗൺ സിറ്റി മൊത്തത്തിൽ മഴയാണ്. നല്ലൊരു കിടിലൻ മഴക്കാർ, നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? അങ്ങോട്ടേക്കാണെങ്കിലോ നല്ലൊരു വേറൊരു കാലാവസ്ഥ, ഒരു ഡാർക്ക് അല്ല, ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് നല്ലൊരു രസമുണ്ട് കാണാൻ. പക്ഷെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിലോ ഫുൾ ഡാർക്ക്നെസ് ക്ലൈമറ്റ്, ഫുൾ വേറെ ഒരു മഴൻ്റെ ഒറിജിനൽ ഒരു മഴ പെയ്തതിൻ്റെ ഒരു സിറ്റുവേഷൻ. ഇതിപ്പോൾ നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അടുത്തെത്തി. ഇതാ പുതിയ KSRTC. ഇതാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഒരു ലിഫ്റ്റ് കിട്ടിയത്. ഇത് നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിലെ ആ ഒരു ഇതാണ് കാണുന്നത്. ഒരു വാട്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? വാവ്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ ഗായ്സ്? പ്രത്യേകതരം വ്ളോഗറായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. കേട്ടാ, ബൈ. ചേട്ടാ ബൈ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി എന്നാൽ അവിടെ പുതിയ സ്റ്റാൻഡിൽ ഇട്ടാൽ മതി. അതെ, മറ്റേ ഫോക്കസ് മാളൊക്കെ എവിടെ ഇനി? അവിടെ അല്ലേ? ഓക്കെ ഗൈസ്, ഇതാ കണ്ടില്ലേ മൊത്തത്തിൽ നല്ലൊരു മഴൻ്റെ കാലാവസ്ഥ. പക്ഷെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഗൈസ് നല്ലൊരു വെയിലുള്ള ഒരു കാലാവസ്ഥൻ്റെ ഒരു മേഘം. നമ്മളെ നാട് ആ തലക്കിലേക്ക്. നമ്മളെ നാട്ടിലാണെങ്കിലോ നല്ല വെയിലാണ്, പക്ഷെ ടൗണിലാണെങ്കിൽ നല്ല മഴയും. ഇന്നിപ്പോൾ ഇതാ മാനാഞ്ചിറ സ്ക്വയർ കണ്ടില്ല നിങ്ങൾ? അങ്ങോട്ടേ പോട്ടെ. സംഭവം ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻ അതാണ്. നമ്മളെ ഏറ്റവും അടിപൊളി, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല ഏതാണ്? ആലപ്പുഴ അല്ല ഗൈസ്, ആലപ്പുഴ എന്നാണ് പറഞ്ഞത്. ആലപ്പുഴ റോങ് ആൻസറാണ്. ആൻസർ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങി എന്നാണ്. ഓക്കെ,
ഓക്കെ, ആണോ? ഓക്കെ, അപ്പൊ ഏകദേശം ശരിയായിട്ടുള്ള ആൻസർ ആണ് മൂപ്പര് പറഞ്ഞത്. എന്താ ഗൈസ്, നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഏകദേശം ടൈം 4 മണി ആയിട്ടുണ്ട്. ഓക്കെ, 4 മണി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ല നിങ്ങള്, ടൗൺ സിറ്റി മൊത്തത്തിൽ മഴ പെയ്ത ഒരു കാലാവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. കോഴിക്കോട് സിറ്റി മൊത്തത്തിൽ മഴ പെയ്തതിൻ്റെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഈ ഒരു വണ്ടി കിട്ടിയതിനോട് നമ്മൾ കുറേ കറങ്ങേണ്ടത് എളുപ്പമായി. ഗൈസ്, ഈ ഒരു വണ്ടി കിട്ടിയതിനോട് മാത്രം നമുക്ക് കുറേ നടന്ന് കറങ്ങി വന്ന് ബസ് കയറേണ്ട ഒരു സ്ഥിതി ഇനി അതിപ്പോൾ എനിക്ക് മാറി കിട്ടും. എന്താന്ന് വെച്ചാൽ അത് ചേട്ടൻ ഈ സൽമാൻ ഖാൻ ഉള്ളതിനോട് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൽമാൻ ഖാൻക്ക് പ്രത്യേക ലൈക്ക് കൊടുക്കണം. ഓക്കെ, സൽമാൻ ഖാൻ ഉള്ളതിനോട് മാത്രം. ടൗൺ സിറ്റി മൊത്തത്തിൽ നമ്മൾ കാറൊക്കെ കണ്ടില്ലേ, മൊത്തത്തിൽ ഇതാ മഴ പെയ്തതായി കാറിൻ്റെ മുകളിൽ മൊത്തം. അല്ലോ, സിറ്റി ബസ് കോഴിക്കോട് സിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും ഗൈസ്. ഇതിൻ്റെ ബസ് സ്റ്റോപ്പ് വരെ കിട്ടുന്ന വണ്ടിൻ്റെ മുകളിലാണ് കയറിയത് ഗൈസ്. നമ്മുടെ സ്റ്റേഡിയം, കളി നടക്കുന്ന സ്റ്റേഡിയം അതാ. നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. അതുവരെ വ്ളോഗ് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയതാണ്. ഓക്കെ, ഇവിടെ ഗൈസ്, നമ്മളിതാ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ ഗൈസ്. നമ്മളിതാ ബസ് സ്റ്റോപ്പിലെത്തി. ഇതിൻ്റെ മോനെ എത്ര ആൾക്കാരവിടെ ഗൈസ്. എന്താ ഇത് കഥ ഗൈസ്. കഴിഞ്ഞ വ്ളോഗുമാതിരി തന്നെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ, മൊത്തത്തിലെ ആൾക്കാർ ഫുൾ വിഷയമാണ്. ഓക്കെ ഗൈസ്, മൊത്തത്തിൽ വിഷയമാണ്. ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് വ്ളോഗ് എടുത്തുകൊണ്ടാണ് ഈ ബസ് സ്റ്റോപ്പിലേക്ക് കയറിപ്പോയത്. അപ്പം ഇനി വ്ളോഗ് കട്ടായി പോയാൽ ആൾക്കാർ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് ഓരോന്ന് ചോദിക്കുക. അതിനോട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അതാ ഇപ്പോൾ നമ്മളെ ബസ് വന്നാൽ കയറിപ്പോവും. ഇതിപ്പോൾ അതാ മുന്നിൽ കിടക്കുന്നത് മുക്കം പോണ ബസ്സാണ്. മുക്കം കോഴിക്കോട് ബസ്സാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഓക്കെ, നമ്മളെ കയ്യിൽ ഒരു ഗിഫ്റ്റും ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മളെ ബസ് ഇപ്പോൾ വരും. ബസ് വന്നാൽ നമ്മൾ ബസ് കയറിപ്പോവും. ഇന്ന് നമ്മളങ്ങനെ വൈറ്റ് ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. എനിക്ക് ആ ബസ് സ്റ്റോപ്പിലൊന്നും നിൽക്കാനേ പറ്റൂല. സീന് പറഞ്ഞാൽ വൻ സീനാണ്. കുറച്ച് അവിടെ എത്തിയിട്ട് നമുക്ക് ബസ് വരികയാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ബസ് കയറാം. അല്ലെങ്കിൽ ഫുൾ വിഷയമാണ്. ഇത് ഇവിടെ ഒരു സ്ട്രീറ്റായിട്ട് കുറേ ചേട്ടാ, ഇതിനൊക്കെ എത്ര വില? 120 റുപ്യ അല്ലേ? 9. ഇത് മറ്റേ ഇടിവളയല്ലേ? ഓക്കെ ഗൈസ്, ഇത് ഇടിവളയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറേ മോതിരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ മോതിരം കാര്യങ്ങൾ. ഇതാ ഈ ഗേൾസിന് ഇടേണ്ട മറ്റേ മുടിൻ്റെ മുകളിൽ വെക്കണ മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാ ഒരുവിധ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഒരു ക്യാമറ നോക്കിയിട്ട് ടാറ്റ പറഞ്ഞോളൂ. ഇതിങ്ങനെ എടുത്താൽ മതിയല്ലേ? ഓക്കെ, ചേട്ടന് ക്യാമറ എത്ര എന്നാൽ ഒരു ടാറ്റ ഒന്ന് വിളി ക്യാമറ നോക്കിയിട്ട്. ഓക്കെ, പബ്ലിക് വ്ളോഗറിൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പബ്ലിക് വ്ളോഗർ ആയാലുള്ള കഷ്ടപ്പാടാണ്, പബ്ലിക് വ്ളോഗറായിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൻ കഷ്ടപ്പാട് പറഞ്ഞാൽ വൻ കഷ്ടപ്പാടാണ്. നമ്മളെ ബസ് വന്നാലേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതാ ചേച്ചി എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്. ഇതാ മോൾ കൂടെ ഇതാ ട്രെയിന് പോകുന്നുണ്ട്. ഓക്കെ, സോറി, ട്രെയിനല്ല, മറ്റേ എന്തിനോ അതിൻ്റെ പേര്. ചേട്ടാ ഇതിൻ്റെ പേരെന്തേനി ഈ മോളിലുള്ള? ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ ഗൈസ്, ഇത് കാണുന്നത് ബ്രിഡ്ജാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളെ ബസ് വന്ന ബസ് കയറി പോകും. ഇന്നിപ്പോൾ അതാ സിൽവർ റൂം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പബ്ലിക് വ്ളോഗറിൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഗൈസ് പബ്ലിക് വ്ളോഗറിന്റെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മുന്നേ തന്നെ 10 ബസ് ഉണ്ട്, എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്, നമ്മളാരെയും നോക്കൂല. ഓക്കെ ടാറ്റ. ഓക്കെ, ചേട്ടന്മാരൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഇവിടെ എന്താ സംഭവം നോക്കുകയാണ്. ഈ ചെക്കൻ എന്താ കളിക്കണേ നോക്കുകയാണ്. ഓക്കെ, എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. ഇതവിടെ കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ, ഫുൾ വിഷയം. ഹായ് 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 എല്ലാവരും ഹായ്. അതും പുതിയ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ പേരെന്താണ്? നിരഞ്ജന. പേരെന്താ? അനാമിക. ഓക്കെ ഗൈസ്, ഇത് പുതിയ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ ടാറ്റ. അനസ് വ്ളോഗ് 21. ഓക്കെ, എൻ്റെ ബസ് വന്നു, ഞാൻ ബസ് കയറി പോവാം. ഓക്കെ ടാറ്റ, ബൈ ബൈ. ഗൈസ് നമ്മളതാ ബസ് വന്നിക്കണ്. ഗൈസ് നമ്മളെ ബസ് വന്നാണ്. ഗൈസ് ഇതൊക്കെ ക്യാമറയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കുറേ ആൾക്കാരെ. നമ്മളതാ ബസ് വന്ന് ഇതാ. ഗൈസ് ഇത് നമ്മള് ബസ്, ഗൈസ് നമ്മളെ ബസ് കയറി. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ബസ് കയറി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമലാണ് ഇത്. അപ്പോൾ ഇത്ര പിന്നെ വീഡിയോ ഉള്ളൂ. ഓക്കെ, ക്യാമറ ഒരു കാറ്റ് പറഞ്ഞു. അപ്പോൾ നാളത്തെ വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല എവിടെയാണ്? ആട് ചോദിക്കണം. ആൻസർ പറഞ്ഞാൽ മതി. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം മേഖല അറിയില്ല. ഓക്കെ ഗൈസ്, അമലിന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസർ എന്താ വെച്ചാൽ കുമ്പളങ്ങി എന്നാ. കുമ്പളങ്ങി, അതെ. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ ഉണ്ടാവും. ക്യാമറ നോക്കി ടാറ്റ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. നാളെ നമ്മൾ അടിപൊളി വീഡിയോ ആയി വരും. ഓക്കെ, ഇനി മൊത്തത്തിൽ നമ്മൾ പബ്ലിക്കിൽ എടുക്കാൻ പോണത്. ഓക്കെ.